SIT ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ പ്രവർത്തനം നടക്കട്ടെ. അവരുടെ പ്രവർത്തനം നടന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തോടെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ആശങ്കയും വേണ്ടതില്ല. നല്ല അന്വേഷണം നടക്കും. ആ അന്വേഷണം നടന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അല്ല, അത് അന്വേഷണം കഴിഞ്ഞാലല്ലേ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് മുമ്പ് എന്തിനാണ് നമ്മൾ വിധി എഴുതാൻ പോകുന്നത്? അന്വേഷണം നടന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരട്ടെ. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. ഇവിടെ എന്തോ പറയാൻ നോക്കിയല്ലോ. അല്ല, സർക്കാരല്ല ഇപ്പോൾ വിലയിരുത്തൽ പറയേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു കമൻറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ അത് ചോദ്യം ചെയ്യില്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ചോദ്യം പോയിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാനാളല്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രമാണ് ഉറപ്പാക്കേണ്ടത്: അന്വേഷണം കൃത്യമായി നടക്കണം. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ശേഷം എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ബലം കണിഞ്ഞോ ബലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്. അതിനെന്തിനാണ് ഇത്ര ധൃതിപ്പെടുന്നത്? അല്ല, ഞാനീ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല ആ ചോദ്യത്തിൽ. അല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനം ഒരുക്കിയല്ലോ. ആ അന്വേഷണം നടക്കട്ടെ. അതിനുശേഷം കാര്യങ്ങൾ പറയാം. അതാണ് നല്ലത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.